ഞാൻ ഇപ്പൊ തന്നെ പോയി ജിണ്ടുവിനെ കണ്ടുപിടിച്ചോണ്ട് വരാം. ഓ അത് ശരി, മഹാരാജ ഇവിടെ ഇരുന്ന് ഉറങ്ങുമായിരുന്നോ? ഞാനിവിടെ എന്ത് ചെയ്തോണ്ടിരിക്കായിരുന്നു? ഗോൾഡ് ഫിഷ്, നീ ഞങ്ങളൊന്ന് സഹായിക്ക്. ആ ഒക്ടോബസ് മെറ്റൽ കൊണ്ടുള്ളതാ, അതുകൊണ്ട് അതിനെ ഒന്ന് കറണ്ട് അടിപ്പിക്കേ. ഞാൻ ദേ ഇപ്പൊ തന്നെ പോവാം. താങ്ക് യു മീനെ. വേണ്ട വേണ്ട, അങ്ങനൊന്നും ചെയ്യരുത്. വേണ്ട വേണ്ട വേണ്ട, നീ എന്താണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? ആദ്യം തന്നെ ഇതൊന്ന് ശരിയാക്കി എടുക്ക്. ബോസ് ബോസ്, ഞാനിവിടെ കുടുങ്ങിപ്പോയി. ഞാനിനിയിപ്പോ എന്ത് ചെയ്യും? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ചിണ്ടു, ഈ ടിംബക്ടുനെ അവന്റെ ബോസിന്റെ അടുത്തേക്ക് വിട്. അകടം പകടം ആലം ഫാലം ഇകടം തികടം ദം ദമാദം. ആ മണ്ടൻ ടിംബക്ടു എന്തിനാ ഇത്ര സമയമെടുക്കുന്നതാ? അവൻ എവിടേക്കാണ് പോയത്? നീ എന്താ ഈ ചെയ്യുന്നതാ? എടാ മാറി നിൽക്ക, എടാ മാറി നിൽക്കാ പറഞ്ഞ. പോടാ ഇവിടുന്ന്, പോയാ എന്നെ കൊല്ലും. എന്റെ നടു ഒഴിഞ്ഞേ, രക്ഷിക്കണേ. ഞാനെങ്ങനെ രക്ഷിക്കാനാ ബോസ്? നിങ്ങളെ ജീനിയസാ, സൂപ്പർ ഡ്യൂപ്പർ ജീനിയസ്. നിങ്ങൾ തന്നെ പറ, ഞാൻ എങ്ങനെയാ രക്ഷിക്കണ്ടേ? വീർ, നീ നിന്റെ പേര് പോലെ തന്നെയാ, ശരിക്കൊരു വീരനാ. ഇംലി പറഞ്ഞത് ശരിയാ വീർ. നിങ്ങൾ എപ്പോഴും സന്തോഷായിട്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ കാണാനും വരണം. ഇത്രയും വലിയ ഗോൾഡ് ഫിഷോ? ഞാൻ ഇപ്പൊ അതിനെ പിടിക്കും. വേണ്ട, രക്ഷിക്കണേ മമ്മി. ഇവനെന്തിനാ ഈ ഓടുന്നത്? ഇങ്ങോട്ട് വരൂ വീർ. ബോസ്, ആ റോബോട്ട് ഇപ്പോൾ ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആ ഈ റോബോട്ട് അവന്റെ ബ്രെയിൻ പൂർണ്ണമായും കൺട്രോൾ ചെയ്ത് കഴിഞ്ഞോ എന്നെനിക്ക് സംശയമുണ്ട് ബോസ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അവനിപ്പോ നമ്മുടെ ഡെന്നിന്റെ നേർക്കാ വന്നോണ്ടിരിക്കുന്നത്. നമ്മുടെ ഡെന്നിലേക്കോ? എടാ ഇത് നമ്മുടെ ലാബ് അല്ലേ, ഡെൻ അല്ല. സോറി ബോസ്. അത് പിന്നെ മിണ്ടരുതാ. നീ ആ ഫ്ലൈ സ്വെറ്റർ കൊണ്ട് മൈൻഡ് കൺട്രോൾ ബിയെ തല്ലിയില്ലേ? ഒരുപക്ഷെ അത് കാരണം അതിനെന്തെങ്കിലും ഡിഫക്റ്റ് സംഭവിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ആ റോബോട്ടിന്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റാതിരുന്നത്. പക്ഷെ അവന്റെ റോൾ അവൻ കൃത്യമായിട്ട് ചെയ്യും. നീ അവനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. ഓക്കേ ബോസ്, ഓക്കേ. ആ പിന്നൊരു കാര്യം, അവൻ ഒരിക്കലും നമ്മുടെ ലാബിനകത്തേക്ക് വരരുത്. ഞാൻ അവിടേക്ക് നമ്മുടെ ട്രക്ക് പറഞ്ഞു വിടാം. ആ ട്രക്കിൽ ലോക്ക് ചെയ്ത് അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോരൂ. ആ മനസ്സിലായോടാ? ഓക്കേ ബോസ്, ഓക്കേ. ബർബാദ് ചോക്കിലേക്ക് ചെന്നിട്ട് ഡോക്ടർ പ്രേം സഹായുടെ ആ റോബോട്ട് മൊത്തത്തിൽ നശിച്ചു പോകും. ഒരൊറ്റ പ്രാവശ്യം അവൻ ആ ട്രക്കിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവന് ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങുവാൻ സാധിക്കുകയില്ല. അപ്പൂപ്പ, ദേ വീര് നോക്കിയേ. അവൻ എങ്ങോട്ട് പോകുന്നതെന്ന് അറിയില്ലല്ലോ. ചിണ്ടു ചൊൽബുള് എവിടെയാന്നറിയില്ല. ഞങ്ങൾ ഇവിടെയുണ്ട്. എന്തു പറ്റി? ഈ വീരെന്തിനാ ഡാൻസ് ചെയ്യുന്നത്? മാഡ് മാക്സ് അവന്റെ ബ്രെയിനിനെ ഏതോ ഒരു വൈറസിന്റെ സഹായത്തോടെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ വൈറസ് എന്ന് പറഞ്ഞ എന്താ അപ്പൂപ്പ? എനിക്കൊന്ന് പറഞ്ഞു തരുമോ? എനിക്ക് അവനെ ശരിയാക്കാൻ പറ്റുമല്ലോ. അതൊന്നും പറഞ്ഞാൽ നിനക്കിപ്പോ മനസ്സിലാവില്ല. ഇനിയിപ്പോ അവനെ ശരിയാക്കി എടുക്കാൻ ഞാൻ കണ്ടിട്ട് ഒരു മാർഗമേ ഉള്ളൂ. ഞാൻ എങ്ങനെയെങ്കിലും ഈ കാണുന്ന റോബോട്ടിനെ വീറിന്റെ ബ്രെയിനിലേക്ക് പറഞ്ഞയക്കണം. ഇവൻ അവിടെ ചെന്നാൽ എല്ലാം ശരിയാക്കി എടുക്കും. ഈ രൂപം അകത്ത് ചെന്ന വീര് പഴയതുപോലെ ആകുമോ?
ഇവനെങ്ങനെ അകത്ത് വന്നത്? നിന്നോടാരും അകത്തേക്ക് വരാൻ പറഞ്ഞ? വേഗം പുറത്തേക്ക് പോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇടിച്ച് പഞ്ചറാക്കും. എന്നാൽ അതൊന്ന് കാണണമല്ലോ. ലെറ്റ് ദ ഗെയിം ബിഗിൻ. ഇല്ല, നിനക്ക് പോവാൻ കഴിയില്ല. നീ എന്നെ എങ്ങനെ തടയുന്ന പറയുന്നേ? എന്റെ അമ്മച്ചി, ഇനി ഇവിടെ നിന്നാലേ അവൻ എന്നെ അടിച്ചു പഞ്ചറാക്കും. രക്ഷപ്പെട്ടേക്കാം. ആ ഡയമണ്ട് ഇങ്ങനെ തിരിച്ചതാ. എന്നാ പിന്നെ ഞാൻ നിന്നെ വെറുതെ വിടാം, അല്ലെങ്കിൽ നിന്നെ ഞാൻ ജയിലിലയക്കും. എന്നെ പിടിക്കാൻ മാത്രം കെൽപ്പുള്ളവൻ ആരും ഈ ഭൂമിയിലില്ല. വിങ് സ്യൂട്ട് ഓൺ. ഞാനും നിന്നെ കൂടെ വരാം. വേണ്ട എമിലി, ഈ സ്റ്റണ്ട് കുട്ടികൾക്ക് വളരെ അപകടം പിടിച്ചതാണ്. ഞാനൊരു റോബോട്ട് അല്ലേ, എനിക്കിത് ചെയ്യാൻ കഴിയും. നീ ഇവിടെ തന്നെ നിന്നോ. നീ എന്തായി ചെയ്യുന്നത്? അങ്ങനെ ചെയ്യരുതേ. ഡയമണ്ട് എന്നാ തിരിച്ചതാ. എന്നാ നീ ഇങ്ങ് താഴെ വന്ന് മേടിച്ചോ. നീ ഇനി എന്ത് ചെയ്യോടാ പീക്കിരി ചെറുക്ക? എന്നാ പോലീസ് സ്റ്റേഷനിലേക്ക് പോയാലോ? പിടിവിടല്ലേ എന്റെ പൊന്നനിയാ. ബോസേ, പൊന്നു മുതലാളി, നിങ്ങൾ ആരാണെന്ന് പറ. കാണാൻ ചിലപ്പോ ഞാനൊരു കൊച്ചു പയ്യനായിരിക്കും, പക്ഷെ എന്റെ പേര് വീർ എന്നാ. ഇവൻ എവിടുന്നാ വന്നത്? ഇവൻ റെഡ് ഡയമണ്ട് അടിച്ചു മാറ്റിയ നെട്ടുവർലാലാണ്. ഇന്ന് ശരിക്കും കുടുങ്ങിപ്പോയല്ലേ? ആ കള്ളൻ എവിടെ പോയി? പോലീസ് സ്റ്റേഷനിൽ. വീർ, നീ പേര് പോലെ തന്നെയാ, ശരിക്കും ഒരു വീരനാ. അത് ഞാൻ ഇപ്പൊ തന്നെ ചെയ്യാലോ. നീ ഇപ്പൊ എന്താ ചെയ്തേ? ആ പ്രാണികളെല്ലാം ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട്. ഇവിടെ കൃഷിയൊന്നുമില്ലല്ലോ, അപ്പൊ അവരെന്ത് കഴിക്കും? ഇതിനെല്ലാം തിരിച്ചയക്ക്. ഇങ്ങനെ പോയാ ഈ നാട്ടിലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും. എന്നാ പ്രാണികളെ അപ്രത്യക്ഷമാക്കാം. ഞാൻ എന്ത് ചെയ്താലും നീ കുറ്റം മാത്രമേ പറയൂ. ഇംലി, നമുക്ക് നിന്റെ ഗ്രാമത്തിൽ പോയേ പറ്റൂ. നമുക്ക് റെയിൽ കാർ എടുത്തോണ്ട് പോവാം. അത് ഞാൻ നിന്റെ ഗ്രാമത്തിൽ പോവാൻ വേണ്ടി ഉണ്ടാക്കിയതാ. എനിക്കൊന്ന് ഇതുപോലത്തെ ഒരു കാർ ഉണ്ടാക്കി തരുവോ? ഇല്ല ഇംലി, കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ കാര്യം അപകടം പിടിച്ചതാ. ഞാനൊരു റോബോട്ട് അല്ലേ, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. നോക്ക്, ട്രെയിൻ വരുന്നുണ്ട്. നല്ല രസമുണ്ടല്ലോ. ദേ കുട്ടികളെ, വേഗം ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോളൂ. വേഗം പൊയ്ക്കോ, പ്രാണികളുടെ കൂട്ടം ഇപ്പൊ ഇവിടെ ഇങ്ങെത്തും. വേഗം പൊയ്ക്കോ, പൊയ്ക്കോ. ഞാനങ്ങനെ ഓടുമൊന്നുമില്ല. എന്റെ കാല് മടക്കി തൊഴിച്ച് എല്ലാ പ്രാണികളെ ഞാൻ ഇവിടുന്ന് ഓടിക്കും. എനിക്ക് കാല് മടക്കി തൊഴിക്കാൻ പറ്റുന്നില്ല. ആ പ്രാണികളെല്ലാം ഇങ്ങോട്ടേക്കാ വരുന്നത്. ഓടിക്കോ. നിക്ക്, നമുക്ക് അവരെക്കാൾ സ്പീഡിൽ ഓടാൻ കഴിയില്ല. ഇവിടെ തന്നെ നിന്ന് നമ്മളെ തിരിച്ചാക്രമിക്കണം.
അങ്ങോട്ട് നോക്ക്, ആ പയ്യനെ കണ്ടോ? ഇവൻ എന്തായുധമാ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അവനെ ആക്രമിക്കോ? ഇവരെ തോൽപ്പിക്കുന്ന കാര്യം വളരെ പാടാണ്. ജെന്റു, നീ എന്താ ഒന്നും ചെയ്യാത്ത? ഞാനൊന്നും ചെയ്യൂല. വീർ തന്നെ എന്തെങ്കിലും